മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ നാഥനെന്നെ വിളിച്ച സ്നേഹത്തെ ഓർത്തിടുമ്പോൾ ലോകത്തിൻ മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ നാഥനെന്നെ വിളിച്ച സ്നേഹത്തെ ഓർത്തിടുമ്പോൾ ലോകം വെറുത്തു മോക്ഷമാർഗത്തിലോടിടുവാനാദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതിന ലോകം വെറുത്തു മോക്ഷമാർഗത്തിലോടിടുവാൻ ആദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതിനാൽ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനായിട്ടാഞ്ഞുകൊണ്ട് ലാക്കിയിലേക്കോടിടുന്നു പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനായിട്ടാഞ്ഞുകൊണ്ട് ലാക്കിയിലേക്കോടിടുന്നേ പാരിൽ പലവിധമാം പാടുകളേറിടിലും പാദം പാതറിടാതെ പാതയിലോടിടും ഞാൻ പാരിൽ പലവിധമാം പാടുകളേറിടുമ്പോൾ പാദം പാതറിടാതെ പാതയിലോടിടും ഞാൻ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെന്നതിനൊരുക്കിടുന്നു കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെന്നതിനൊരുക്കിടുന്നു മുത്തുമണികളാല് നിർമ്മിതമാം പുരത്തിൽ കർത്തനോടൊത്തു മോദാൽ വാസം ചെയ്യുന്നതോർത്താൽ മുത്തുമണികളാല് നിർമ്മിതമാം പുരത്തിൽ കർത്തനോടൊത്തു മോദാൽ വാസം ചെയ്യുന്നതോർത്താൽ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. നിന്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ, നീ ഞങ്ങളെ പഠിപ്പിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ ചിന്തയ്ക്കായി 1 പത്രോസ് 2:11 ഫോർ അവർ മെഡിറ്റേഷൻ ലെറ്റ് us turn to 1 Peter chapter 2 verse 11. പ്രിയമുള്ളവരെ 1 Peter chapter 2 verse 11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുക. അത് ഒന്നുകൂടെ വായിച്ചിട്ട് പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. നിങ്ങളുടെ ആത്മാവിനെ അവിടെ പോരാടുന്ന ജഡമോഹങ്ങൾ നിങ്ങളുടെ
See, dearly beloved, see, our meditation point is 1 Peter chapter 2 verse 11. 1 Peter chapter 2 verse 11. Dearly beloved, I beseech you as strangers and pilgrims, abstain from fleshly lust which war against the soul. നമ്മുടെ എല്ലാവരും I'll share in മലയാളം little while and then I'll share in English. നമ്മുടെ കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നാം അറിയാറില്ല. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് എത്രമാത്രം അവനെന്നെ സ്നേഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മെ തന്നോടുകൂടെ വസിക്കുവാൻ ഒരുക്കുകയാണ് തൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും താൽക്കാലികമായ അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ ഇവിടെ വിടുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനേക്കാളും മോശയെക്കാളും യോഹന്നാൻ സ്നാപകനേക്കാളും ഉയർന്ന സ്ഥാനമാണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി തൻ്റെ ഹൃദയത്തിൽ കരുതിയിരിക്കുന്നത്. അതിനുകൊണ്ടാണ് കർത്താവ് തൻ്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി തന്നത്. അപ്പോൾ നമ്മളെ പരദേശികളായി തീരാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കഷ്ടപ്പെടുത്തുവാനല്ല. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളുണ്ട്. ആ ജഡമോഹങ്ങളെ ജയിച്ചെങ്കിൽ മാത്രമേ നാം അവനോടുകൂടെ തുല്യരായി തീരുവാൻ കഴിയുകയുള്ളൂ. അത് ദൈവത്തോട് തുല്യരായി തീരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മർമ്മം, ദൈവം നമ്മളെ തുല്യരാക്കി തീർത്താൽ ദൈവം ഉയർന്നും തുല്യരാക്കി തീർത്ത നാം രണ്ടാം സ്റ്റെപ്പിലുമാവും. എന്നാൽ നാം തന്നെ പ്രവർത്തിച്ച് തുല്യരായി തീർന്നാൽ ദൈവത്തോട് ഈക്വലായിട്ട്, സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ഭേദമില്ലാതെ ഒരേ സ്ഥാനത്ത് നമ്മളാകണം എന്നുള്ള ദൈവത്തിൻ്റെ നിത്യസ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മെ പരദേശികളാകുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരദേശികളായാൽ നമ്മുടെ മോഹങ്ങളായി, കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചോണ്ട് നമ്മുടെ ശരീരത്തുള്ള ജഡം നമ്മളെ ആകർഷിക്കുന്ന ആകർഷണങ്ങളെ ജയിച്ചിട്ട് നമുക്ക് ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള ഉന്നത സ്ഥാനം നമുക്ക് വേണ്ടി കർത്താവ് വെച്ചിട്ടുണ്ട്. അതിൽ കുറഞ്ഞ സ്ഥാനം ദൈവം തന്നെ മക്കൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ജയിച്ച നാം അവനെ പോലെ ആയിത്തീരണം. ദൈവം ജയിപ്പിച്ചിട്ടായാൽ ദൈവം ജയിക്കുന്നവൻ നമ്മൾ രണ്ടാമത്. വചനം ഓരോരുത്തരും വായിച്ചു നോക്കിയാൽ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ ആരാവും നാം അറിയുന്നില്ല, എന്നാൽ ഒന്ന് നാം അറിയുന്നു, അവൻ വെളിപ്പെടുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ ജയിക്കുവാൻ നാം ആരായി തീർന്നേ മതിയാകുള്ളൂ? പരദേശികൾ ആയേ മതിയാകുള്ളൂ. പരദേശിയാകാതെ ഈ ലോകത്തിലുള്ളതായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ എത്ര വർഷം ജീവിക്കാം? 60 100 വർഷം. അത് കഴിഞ്ഞ് വരുന്ന നഷ്ടം എന്തുമാത്രമാണ്. എന്നാൽ പരദേശിയായി തീർന്നാൽ കർത്താവുമായിട്ട് എന്ത് ചെയ്യും? നിത്യമായി. അപ്പോൾ നമ്മളെ പരദേശിയാക്കുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മളെ കഷ്ടപ്പെടുത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ച് കഷ്ടപ്പെടുത്താനല്ല. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. തൻ്റെ പുത്രനെ കൂടെ ദൈവം നമ്മൾക്ക് വേണ്ടി തന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിന് അനുസരിച്ച് നാം ഉയരണമെങ്കിൽ നമ്മിൽ വരുന്നതായ ജഡത്തിൻ്റെ മോഹങ്ങളെ നാം എന്ത് ചെയ്യണം? ജയിക്കണം. അത് ജയിക്കുവാൻ സഹായകമാണ് പരദേശി യാത്ര. നമ്മളെ തന്നെ പരദേശികളായി എണ്ണിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ജഡത്തിൻ്റെ മോഹങ്ങളെ യാത്രക്കാരെന്ന പോലെ. ഇപ്പോൾ ഉദാഹരണമായി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾ യാത്രക്കാരാണ്. ജമ്മുവിൽ ഞാൻ താമസിക്കുന്നത് വന്നാൽ ഞാൻ എൻ്റെ ചെറിയ സൂട്ട് കേസിൽ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ വസ്ത്രങ്ങൾ അവിടെ ഉണ്ട്.
കൂടുതൽ ചെരുപ്പും പാത്രങ്ങളും അതൊക്കെ അവിടെ ഉണ്ട്, തണുപ്പിനുള്ള വസ്ത്രങ്ങളെല്ലാം അവിടെയുണ്ട്. എന്നാൽ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് എന്താ? ഇവിടേക്ക് ഇത്രയും മതി, ഈ യാത്രയ്ക്ക് ഇങ്ങോട്ട് പോരുമ്പോഴത്തെ ഇത്രയും മതി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ യാത്രക്കാരായി നാം ചിന്തിച്ചാൽ പിന്നെയും കൂടുതൽ കൂടുതൽ വസ്തുക്കൾ വേണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരികയില്ല. എനിക്കിത്രയും മതി, എൻ്റെ യാത്രയ്ക്ക് ഇത്രയും മതി. അതുകൊണ്ടാണ് നമ്മൾ യാത്രക്കാരായി ചിന്തിച്ച് നമ്മുടെ നിത്യനാടിലേക്ക് പോകുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. അതുകൊണ്ട് നമ്മളെ പട്ടിണിക്കാരായിട്ട് കഷ്ടപ്പെടുത്തുവാനല്ല ദൈവം ഒരു കാലത്തും ആഗ്രഹിക്കുന്നത്, നമ്മളെ ദുഃഖിപ്പിക്കുവാനോ അല്ല ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ യെശയ്യാവ് 63 അധ്യായം എടുത്താൽ യെശയ്യാവ് 63:9 വായിച്ചാൽ യെശയ്യാവ് 63:9. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു, തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ദൈവത്തിന്റെ സ്നേഹം ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കഷ്ടത്തിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മക്കളാകുന്ന നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മളെ പരദേശികളാക്കുന്നത് കർത്താവ് നമ്മളെ പട്ടിണിക്കാരെ ഇടാനായില്ല. നമ്മൾക്ക് എന്തെല്ലാം തരാൻ കർത്താവിന് ഇപ്പോൾ വേണമെങ്കിലും കഴിയും. ഇപ്പം തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് ഓരോ കോടി രൂപ വീതം കൊടുക്കത്തക്കവണ്ണം ക്രമീകരണം ചെയ്യാൻ കർത്താവിന് ഏതെങ്കിലും വലിയ പ്രയാസമാണോ? അത് നിങ്ങളുടെ കർത്താവ് അവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്നവരെല്ലാം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ എന്നാൽ മറ്റുള്ളവരെന്ത് ചെയ്യും? അനുഗ്രഹത്തിന് വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ യഥാർത്ഥ രക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഈ കഷ്ടതയുടെ മാർഗത്തിൽ കൂടെ നടത്തി യഥാർത്ഥമാഗ്രഹമുള്ളവർ മാത്രം ദൈവത്തെ പോലാകണം എന്നുള്ളതിനാണ് ദൈവം നമ്മൾക്ക് ഈ പരദേശി ആയിട്ടുള്ള അനുഭവം തന്നത്. ഈ പരദേശിയായിട്ട് ദൈവം തന്ന ഉപദേശം തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ ദൈവം പരദേശികളായി എണ്ണി യാത്ര ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരദേശികളായി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും കുറവുകൾ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മകൾ വരുമ്പോൾ, സ്തോത്രം, ഞാൻ പരദേശിയാണല്ലോ, എനിക്കിത് മതി. ഏതെങ്കിലും പണത്തിൻ്റെ കുറവുകൾ വരുന്നു, വസ്ത്രത്തിൻ്റെ കുറവുകൾ വരുന്നു, സാരി 2-3 സാരി ഉണ്ട്, ഇതുകൊണ്ട് മതി, ഇത് തന്നെ ഉപയോഗിക്കാം, വസ്ത്രം ഇത്രയും മതി, ചെരുപ്പ് ഇത് മതി. അങ്ങനെ ഓരോ തീരുമാനം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെക്കുറിച്ച്, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരികയും നാം അവനെ പോലായിത്തീരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ കണ്ടിട്ട് തൃപ്തിയുള്ളവനായിത്തീരും. ഇപ്പോൾ കർത്താവ് നിങ്ങളെ വസ്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ ഉടനെ വിൽക്കണമെന്നല്ല, നിങ്ങളതിൻ്റെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് വാഹനങ്ങളോ ബിസിനസ്സോ തന്നെ, കർത്താവേ ഇത് നിൻ്റെ ബിസിനസ്, ഞാനിതിൻ്റെ സൂക്ഷിപ്പുകാരൻ, ഇതിൽ വിശ്വസ്തനായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ, ഇതിൻ്റെ ശരിയായ സൂക്ഷിപ്പുകാരനായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നാം മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അവനെ പോലെ ആയിത്തീരുവാൻ കഴിയും. ഈ ശ്രേഷ്ഠമേറിയൊരു പദവിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മളെ കുറച്ച് പട്ടിണിക്കാരായിട്ടിട്ട് നടത്തി കൊണ്ടുപോയി അനുഗ്രഹം തരുവാനല്ല. നമ്മളെ പരദേശികളാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പരദേശികളെന്ന് എണ്ണാമെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെ ജയിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഞാൻ പരദേശിയാണ്, എനിക്കത് വേണ്ട. ഞാൻ ഇപ്പോൾ ഒരു വീട്ടിലൊരു വലിയൊരു ഇപ്പോൾ ഒരുപാട് അഡ്വർടൈസിങ് നടക്കുന്നുണ്ട്, കൂളർ, എയർ കണ്ടീഷണർ അല്ലെ മറ്റുള്ളതെല്ലാം വാങ്ങിക്കുന്നു. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെയുള്ള അമേരിക്കയിലെ ദൈവമക്കളോട് പറഞ്ഞു, നിങ്ങളാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കടക്കാർ. ഞാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ളവർക്ക് ഒരു ഈസി ആയിട്ട് എന്താണെന്ന് അറിയാമോ? നിങ്ങളെ സാത്താൻ വളരെ ശക്തമായി കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയും. എന്താണ്? അവിടെ ഈ വീടെന്ത് ചെയ്യും? 35-40 വർഷം കൊണ്ട് കൊടുത്തു തീർത്താൽ മതി, നല്ല വീട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ ഫർണിച്ചർ, അതും എത്ര $1000 കൊടുത്ത് 10-30 വർഷം കഴിഞ്ഞ് കൊടുത്ത് എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും? ലോണിൽ കിട്ടും.
ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു മാസം ഇത്ര കൊടുത്താൽ മതിയല്ലോ, പിന്നെ എന്നാ നമുക്ക് സൂഹിക്കരുതോ എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ പുറകിലുള്ള പരിപാടി എന്താണെന്ന് അറിയാമോ? എല്ലാവരും ഓരോന്നോരോന്ന് മേടിച്ചു. ഫർണിച്ചർ മേടിച്ചു, ഫ്രിഡ്ജ് മേടിച്ചു, എയർ കണ്ടീഷണർ മേടിച്ചു, മറ്റേത് മേടിച്ചു, എല്ലാം ഭംഗിയാക്കി. അപ്പോൾ മാസം തോറും $300 അല്ലെങ്കിൽ $500 $800 കൊടുക്കണം. അപ്പോൾ എല്ലാ മാസം തോറും $800 കൊടുക്കുക. പിന്നെ വേറൊന്നായി അങ്ങനെ വന്ന് അവരുടെ പിന്നെ അവർക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ ഒക്കുകയില്ലെന്ന നിലയായി. കാരണം പണം എല്ലാ മാസവും എന്ത് ചെയ്തേ വെക്കുള്ളൂ, കൊടുത്തേ വെക്കുള്ളൂ, അല്ലെങ്കിൽ ബാങ്കുകാർ വന്ന് കൊണ്ടുപോകും. അപ്പോൾ അവരറിയാതെ തന്നെ കടക്കാരാക്കി അവരെ തീർക്കപ്പെട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും, ആർക്കും സമയം ഇല്ല, എല്ലാവരും ബിസിയാണ്. നമ്മൾ പറയും അമേരിക്കയിൽ വലിയ സുഖമായിട്ട് ആൾ കഴിയുന്നു, എല്ലാവരെയും സാത്താൻ കയറ് കെട്ടിയിട്ടിരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം പരസ്യമായി കൺവെൻഷനിൽ ചോദിച്ചു, ഇതിൽ സ്വാതന്ത്ര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കൈവക്കാൻ ചോദിച്ചാൽ ആരും കൈവക്കാൻ കാണുകയില്ല. പാസ്റ്റർമാരും എന്താണ് ചർച്ച് ബിൽഡിങ്ങും എങ്ങനെ എടുത്തിരിക്കുന്നത്? ഇതുപോലുള്ള രീതിയിൽ അങ്ങ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യവുമില്ല. നിർബന്ധമായിട്ട് എന്ത് ചെയ്തേ വെക്കുള്ളൂ, വർക്ക് ചെയ്തേ വെക്കുള്ളൂ, ജോലി ചെയ്തേ വെക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താ, വാടകയ്ക്ക് വെച്ചിരിക്കുന്ന, ഞാൻ പറയുന്നത് വാടകയ്ക്ക് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജും, വാടകയ്ക്ക് വെച്ചിരിക്കുന്ന ഫർണിച്ചറും, വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടും, എല്ലാ പാത്രങ്ങളും എല്ലാം വാടകയ്ക്കാണ്. വണ്ടികളും എല്ലാം ഉണ്ട്. കണ്ടാൽ വളരെ സുഖമായിട്ടാണ്. പക്ഷേ സാത്താൻ അവരെ മുഴുവനും കെട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായി പ്രവർത്തിച്ചേ ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യവുമില്ല. അവരുടെ സമയം മുഴുവൻ അങ്ങ് ചൂഷണം ചെയ്തു. അതുകൊണ്ട് പരദേശികളാണെന്ന് അവർ പറയുവാൻ ഒക്കെയല്ല. സാത്താൻ എന്ത് ചെയ്തിരിക്കുക? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഒത്തിരി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടോ? അമേരിക്കയിലെ പോലുള്ള സിസ്റ്റം കേരളത്തിലുണ്ടോ? വടക്കേന്ത്യയിലൊക്കെ അവർ തുടങ്ങുന്നുണ്ട്. ബാങ്ക് ലോൺ എന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ടല്ലേ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മളെ പരദേശികളിൽ നിന്ന് നമ്മളെ എന്താക്കി തീർക്കുകയാണ്? ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെ മോഹമുള്ളവരാക്കി തീർത്ത്. പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്കും സമയമില്ല, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനും സമയമില്ല. പരദേശിയായി തീർന്നതിൻ്റെ കർത്താവിൻ്റെ നാടിനു വേണ്ടി നോക്കിയിരിക്കുവാനുള്ള സമയമില്ലാത്ത ഒരു അന്തരീക്ഷമായിത്തീരും. അതുകൊണ്ട് കർത്താവ് നമ്മളെ പരദേശികളാക്കി തീർത്തിരിക്കുന്നത് ആഗ്രഹിക്കുന്ന നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടോ നമുക്ക് വേണ്ട ബലം തരുവാൻ കർത്താവിന് മനസ്സില്ലാത്തത് കൊണ്ടല്ല. ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് നാം തന്നെ എന്തായിത്തീരണം? യോഗ്യന്മാരായിത്തീരണം. നാം തന്നെ യോഗ്യന്മാരായിത്തീരണം. അതുകൊണ്ടാണ് ക്രൂശ് നമ്മൾ തന്നെ എടുക്കണം. ഇടുക്കവും ഞെരുക്കമുള്ള പാത നമ്മൾ തന്നെ എടുക്കണം. നുകം നമ്മൾ തന്നെ എടുക്കണം. കാരണം ഇതൊന്നും കർത്താവ് നിർബന്ധിച്ച് ചെയ്യുകയല്ല. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ, അങ്ങനെ കർത്താവ് നാം തന്നെ സ്വയമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഭാഗ്യം എന്താണ്? അവനോടുകൂടെ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19 വായിക്കുന്നു, കാന്തയോ അവൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. തന്നെ ഒരുക്കിയിരിക്കുന്നു. അതാണ് തന്നെത്താനെ ഒരുക്കി കാന്തനുമായി ചേരുവാൻ. അപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിനേക്കാളും മോശയെക്കാളും ഉയർന്ന സ്ഥാനം നമുക്ക് തരുവാനായി കർത്താവ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. മകനെ, ഈ പരദേശി യാത്രയിൽ വഴിയിൽ കൂടെ നീ പോയാൽ നിനക്ക് എന്നെ പോലെ ആയിത്തീരുവാൻ, എന്നോടുകൂടെ വസിപ്പാനുള്ളതായ ഭാഗ്യമുണ്ടെന്ന് പറയുമ്പോൾ, എൻ്റെ കർത്താവെ, നീ എന്നെ എത്ര സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ പരദേശിയുടെ മാർഗം നീ തന്നതെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പരദേശ പ്രയാണത്തിൽ പാട്ടുകൾ പാടിപ്പോകുവാൻ കഴിയും. അപ്പോൾ ആ പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പരദേശിയാകേണ്ടത്? എന്തുകൊണ്ടാണ് പരദേശിയുടെ മാർഗം കർത്താവ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പരദേശിയായിരിക്കുന്നതിൽ അല്പം പോലും എന്തില്ല, അല്പം പോലും നിരാശ തോന്നുകയില്ല. See here, let me speak. Come, brothers from outside who are attending, please. 1 Peter chapter 2 verse 11. Dearly beloved, I beseech you as strangers and pilgrims, abstain from fleshly lusts which war against the soul. Why God wants you to be a pilgrim? Why? See, the main reason for that is God loves us so much. If you become a pilgrim,
That position will help you to overcome the lust that come in your soul. When you declare yourself a pilgrim, then you tell publicly, confess that all the desires are not going to be answered. All the desires are not going to be met. Why we should overcome that desires? We may be qualified to be equal with God. See, God wants to give us an equal position with Him. That is the love of God. God is not preparing to give you a secondary level. You become like Him. We read the prayer of Jesus Christ in John 17. Father, just as I am in you, let them be also be in us. So for that, we ourselves have to become. If God makes us worthy to sit Him, then God the Creator, we are the second step. So God wants us to be equal with Him. That's why in Revelation 19 verse 6 to 8 we read, the bride prepared herself. So when we declare ourselves as a pilgrim, then we declare that desire is not going to be met. This desire is not going to be met. That helps us to overcome the lust of our soul and flesh. Jesus Christ is not at all interested in our suffering. About Old Testament in Psalm 63 verse 9. Psalm 63 verse 9. In all their affliction He was afflicted, and the angel of His presence saved them. In His love and in His pity He redeemed them, and He bare them and carried them all the days of old. Look at Isaiah 63 9. If I said Psalm, forgive me. Isaiah 63 9. Isaiah 63 9. If I said Psalm, please forgive me. Isaiah 63 9. I'll read it again. Isaiah 63 9. In all their affliction He was afflicted, and the angel of His presence saved them. In His love and in His pity He redeemed them, and He bare them and carried them all the days of old. See, look at the love of God about the people of Israel. In all their affliction He was afflicted. Our calling is higher than Abraham. Our calling is higher than Moses. Our calling is higher than all the Old Testament saints. We are born in the house of God. We are going to live with Him forever and ever. So it is His desire that my children may come to my level by themselves. So that equal position. That's why Jesus Christ said, he that overcomes, he will sit with me on my throne. As I overcame and sat with my Father's throne, similarly those who overcome, they will sit with me on my throne. So if God has allowed you to be a pilgrim, then it is a blessing. You should count it as a blessing. So becoming a pilgrim is a blessing. How it is a blessing? Through pilgrim you become qualified to be equal with God. How you can be equal with God? You can overcome all the lust of the flesh. When you declare yourself, I was just telling that I came here just for a few days. I did not bring all I have in Jammu. Pastor Lapas and Sister Maima have come from Philippines. They brought only little things. Pastor Glenn has come from Dubai. He has brought only little thing. What is essentially required only brought it. Similarly, God wants us to have only essentially required as a pilgrim. So that you may, yes, I must go back to Philippines. I must go back to Dubai. I am not going to camp here. I'm just a traveler. So God wants us to have this thought in our mind, I am just a traveler on this earth. That's what strangers and pilgrim. I'm just a traveler.
And when you count yourself as a traveler, then you don't get. Now, I believe Pastor Lapas and Maima or Pastor Glenn will not be looking for any plot here. Are you looking for any plot here? Why you are not looking for a plot here? Why? You don't want to stay here. If you have come to stay here, then you would have been, oh, where is the plot, who is selling? You don't bother. If that the advertisement of plot is there, you don't bother. If there is house selling, you don't bother, because I am not going to stay here. I am just here for a short while. I am going. If this thought is there in your mind, then you can overcome the lust of the flesh. Then you qualify yourself to be equal with God. Those who overcome the lust of the flesh, they only, that is the test. Just like you are not looking for a house here, in the same way in the Christian journey, what is just needed, that only should be there. That's how God tells us, if the path of pilgrim is a mark of love. He loves me. That's why he wants me to be a traveler, because God has promised, yes, I've gone to prepare a place for you. When I prepare the place, then I come again and I'll be with you. So, beloved, becoming a pilgrim is a great blessing for all of us. That should be in our heart, in our mind. I am just a traveler on this earth. Yes, the word, I am just a traveler. I am just passing by. I am a traveler. In fact, we are a traveler. Even if you try to make something, the death will come and take you away. See, you are a traveler. If you say, okay, I'm not a traveler, I'm going to settle here. After 30 years, 40 years, 50, 60 years, the death knocks at your door. You are gone. You are put in a box. Finished. All what you earned is gone. But we ourselves, we become a traveler. Then what a great joy. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഇന്നത്തെ ദൈവജനത്തിന് വന്നിരിക്കുന്നത് ചെറിയ മെസ്സേജ് ആണെങ്കിൽ ഇതിൽ ആഴമായൊരു ദൂതുണ്ട്. നാം പരദേശികളെ നെണ്ണി പോകുമ്പോൾ നമുക്ക് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ പറയുകയായിരുന്നു, ഫിലിപ്പീൻസിൽ വന്ന കർത്താവിൻ്റെ ദാസനും ദാസിയും അവരിവിടെ വന്നിട്ട് ഇവിടെ വീട് വിൽക്കുന്നുണ്ടോ പ്ലോട്ട് വിൽക്കുന്നുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? അവർക്കിവിടെ താമസിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല. അവിടെ വന്ന് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര അഡ്വർടൈസ്മെൻറ്റ് നടന്നാൽ അഡ്വർടൈസ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുമോ? നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ യാതൊന്നും ആവശ്യമില്ല. ഞങ്ങളിവിടെ കുറച്ച് ദിവസത്തേക്ക് വന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അതുപോലെ നാം ഈ ഭൂമിയിൽ യാത്രക്കാരായേ മതിയാകുള്ളൂ. അല്ല, നിങ്ങൾ വിചാരിക്കാൻ ഞാനിവിടുന്ന് അങ്ങൊന്നും പോകുന്നില്ല സഹോദര, ഞാനിവിടുന്ന് നല്ലവണ്ണം താമസിച്ചേ പോകുന്നുള്ളൂ. എത്ര വർഷം താമസിക്കാൻ ഒക്കും സഹോദര? 100 വർഷം, അല്ലെങ്കിൽ കൂടിയാൽ 120. അതിനുശേഷം നിന്നെ പെട്ടിക്കകത്തിട്ട് മണ്ണിനകത്തോട്ട് വയ്ക്കും. ഞാനിവിടെ കുറച്ചാൾ താമസിക്കാൻ പോകുന്നത് പറഞ്ഞാലും നിന്നെ എന്തു ചെയ്യും? അത് ആ ഒടുവിലോട്ട് വരുമ്പോഴും ചുമയും കുരയും എല്ലാമായിട്ട് പിന്നെ കൊണ്ട് പെട്ടിക്കകത്തിട്ടതേ ഉള്ളൂ. അതിനേക്കാൾ നല്ലത് നമ്മെ തന്നെ നേരത്തെ അങ്ങ് യാത്രക്കാരായി എണ്ണിയാൽ പുതിയ യെരൂശലേമിൽ നിത്യമായി എന്ത് ചെയ്യാനൊക്കും? പിതാവിനോട്. അപ്പോൾ നമ്മളെ യാത്രക്കാരായി എണ്ണാൻ പറഞ്ഞ് നമുക്ക് അനുഗ്രഹമാണോ അതോ പ്രയാസമാണോ കർത്താവ് തരുന്നത്? ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കിയാട്ടെ, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തില്ലായിരുന്നു എങ്കിലും എബ്രായ ലേഖനം എടുത്താട്ടെ, എബ്രായർ 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 9 and 10. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായി ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ നാം വായിക്കുന്നത്
യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാ, നിനക്ക് ഈ ദേശം ഞാൻ തരും. വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് വന്നിട്ടും അബ്രഹാമിനോട് വീട് പണിയാൻ ഇഷ്ടം വരുന്നില്ല. എന്താ അബ്രഹാമിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ദൈവം നിർമ്മിക്കുന്ന ആ പട്ടണത്തെക്കുറിച്ച് ഒരു അറിവ് അവന് കിട്ടി. വാസ്തവത്തിൽ അവനത് വാഗ്ദത്തം ചെയ്തതല്ല. എന്നിട്ടും എന്ത് ചെയ്തു? മക്കളാകുന്ന ഇസാക്കിനോടും കൊച്ചുമകനായ യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത്. എന്താണ്? മക്കളെ, യാത്ര തീർന്നിട്ടില്ല മക്കളെ. എന്നാൽ അതേ സമയത്ത് ലോത്ത്, നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ, ലോത്തിന് യാത്രക്കാരാനാകാൻ അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ലോത്ത് എന്ത് ചെയ്തു? സോദോമിൽ പോയി വീട് പണിതു സുഖമായി സന്തോഷിച്ചു. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ സ്വർഗത്തിൽ നോഹയുണ്ട്, ലോത്തുണ്ട്, അബ്രഹാമുണ്ട്. ലോത്തിനെ നീതിമാനായി എണ്ണിയെന്ന് ഉണ്ടുകൊണ്ട് ലോത്തും സ്വർഗത്തിൽ വരും. ഇപ്പോൾ അവർ 3 പേരും അവിടെയുണ്ട്. നോഹ അവിടെ ഉണ്ട്, ലോത്തുണ്ട്, അബ്രഹാമുണ്ട്. നോഹയുടെ മക്കളും അവരുടെ ഭാര്യമാരും പെട്ടകത്തിന് അവരും എവിടെ വന്നിട്ടുണ്ട്? സ്വർഗത്തിൽ വന്നിട്ടുണ്ട്. അബ്രഹാമിൻ്റെ മക്കളും വന്നിട്ടുണ്ട്. ലോത്തിൻ്റെയോ? ആരും വന്നിട്ടില്ല. ഇത് സത്യമല്ലേ? എന്തുകൊണ്ടാണ് ലോത്തിന് നഷ്ടപ്പെട്ടു പോയത്? ഭൗതികമാകുന്ന ആഗ്രഹം വന്ന് സോദോമിലേക്ക് പോയി വീട് പണിഞ്ഞതുകൊണ്ട് കുടുംബം മക്കളും നഷ്ടപ്പെട്ടു, ഭാര്യയും നഷ്ടപ്പെട്ടു. നോഹ സന്തോഷത്തോടെ ഭാര്യയും തൻ്റെ മക്കളും അവിടെയുണ്ട്. അബ്രഹാമും തൻ്റെ മക്കളും അവിടെയുണ്ട്. എത്ര സന്തോഷത്തോടെ അവർ കഴിയുകയാണ്. ലോത്തിൻ്റെ ദുഃഖം എത്രമാത്രമായിരിക്കും. എൻ്റെ ഭാര്യയും പോയി, തൻ്റെ പെൺമക്കൾ ഏറ്റവും വലിയ പാപവും ചെയ്തു. എത്ര മോശമായ നിലയിലായി. കാരണം എന്താണ്? ലോത്തിൻ്റെ ഹൃദയത്തിൽ വന്ന ആഗ്രഹത്തിന് അവൻ കീഴടങ്ങിപ്പോയി. ഹൃദയത്തിൽ വന്ന ഭൗതിക ആഗ്രഹത്തിന്. ഇന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ വലിയ വീരന്മാരായി പോരാടി എത്രയോ കർത്താവിൻ്റെ ദാസന്മാരാണ് കെട്ടപ്പെട്ടവരായി പല രാജ്യങ്ങളിൽ കഴിയുന്നത്. അവരുടെ ചിലരുടെ മക്കൾ ദൈവം ഇല്ല എന്ന് പറയുന്നവരെ ഉണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ടറിയാം. അവരുടെ ചിലരുടെ മക്കൾ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ട. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ട. വലിയ പ്രാസംഗികന്മാരുടെ മക്കൾ ചിലർ പറയുന്നത് എന്താണ്? എൻ്റെ അപ്പൻ്റെ, അവർ ഭൗതികമായിട്ട് നല്ല ഉയർന്ന ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട്. അവർ എൻ്റെ അപ്പൻ്റെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ്? അപ്പൻ്റെ ഹൃദയത്തിലുള്ള ഭൗതിക ആഗ്രഹ നിമിത്തം അവരെന്ത് ചെയ്തു പോയി? നശിച്ചു പോയി. ആകയാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, നമ്മൾ പരദേശികളും യാത്രക്കാരുമെന്ന് എണ്ണുകയാണെങ്കിൽ നമുക്ക് കർത്താവിനെ പോലെ ആയിത്തീരുവാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരും. നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ജയിക്കുവാൻ കഴിയും. ജയിച്ചിട്ട് കർത്താവിനോട് വാഴുവാൻ നമുക്കുള്ള ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞു. ലെറ്റ് മീ കൺക്ലൂഡ് ക്വിക്ക്ലി. We see, let us turn to Hebrew chapter 11 verse 9 and 10. Hebrew chapter 11 verse 9 and 10. Here we read about Abraham. Hebrew chapter 11 verse 9 and 10. By faith he sojourned in the land of promise, as in a strange country, dwelling in tabernacles with Isaac and Jacob, the heirs with him of the same promise. For he looked for a city which he had foundation, whose builder and maker is God. We find Abraham was given a promise for the promised land Canaan.
even after reaching in the land of Canaan, though he has given, God has given him the promise, this is your land, there also he lived in the tent, declaring to his son and grandson, what he says, our journey not yet finished. Our journey not yet finished. Declaring as son and grandson to them, our journey is not yet finished. Along with him started Lot. Lot desired for a better country, and his whole family is destroyed. Now I was telling, just imagine, in heaven, Noah is there, Lot is there, Abraham. Lot will also be there because he was counted righteous at his time. Noah is there, Lot is there, and Abraham. 3 of them in heaven. Noah is sitting with his son and his wives. They are all in heaven. Abraham also with Isaac and Jacob, with all members. What about Mr. Lot? Alone. His wife has become a pillar of salt. His daughter has committed the worst thing on the earth. None of them there, only one. See, 3 families in heaven. Lot is there, Noah is there, Abraham is there. You know what Lot would be thinking? What a great mistake I've done. I lost all my family. I am alone here. Why? He allowed the desire of Sodom and Gomorrah. Just a desire took him away from the real path. He was also on the path for Canaan. But on the way, when some problem come, he looked for Sodom and Gomorrah. He is completely destroyed. Several servants of God's family destroyed like that. I know several children of the pastors in America and Germany and other places. They say, I don't want the God of my father, because their fathers have subjected themselves to long for material things. So, beloved, I plead with you in the name of the Lord, if you continue as a pilgrim, then you will reach your goal, and your family members will also come there, and you are giving them a message. This is not our home. We should look for heavenly things. Otherwise, what you will do? Oh, get something here, get something there. And finally, your children will be trapped, and you will never be able to deliver them from the clutches of Satan. Remember this. That's why Jesus said, remember Lot's wife. പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തുകയാണ്. ചുരുക്കമായേ സംസാരിച്ചുള്ളൂവെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ആഴമായി പതിയുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ കുടുംബമായി ഇത് അനുഗ്രഹിക്കുന്നതാണ്. നമ്മളെ യാത്രക്കാരൻ എണ്ണിയേ മതിയാകും. നമ്മൾ യാത്രക്കാരെ എണ്ണിക്കഴിഞ്ഞാൽ, പരദേശികളെ എണ്ണിക്കഴിഞ്ഞാൽ കർത്താവിനോടുകൂടെ നിത്യമായി വാഴുവാൻ നിങ്ങളുടെ മക്കൾക്കും അതാണ് അവരെയും ആദ്യമേ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കുന്നതിനേക്കാൾ മുൻപേ അവരെ പരദേശികളാക്കിയാൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങൾ അവരെ വലിയ ആളുകളാക്കാൻ പോയാൽ അവരൊടുവിൽ കിടന്ന് പറയും, പപ്പ മമ്മി നീ എന്നെ എഞ്ചിനീയറാക്കി ഡോക്ടറാക്കി, നിങ്ങളെല്ലാം സ്വർഗത്തിൽ, ഞങ്ങളിതാ നരകത്തിൽ കിടന്ന് കഴിയുന്നു. ആ ദുഃഖം നിങ്ങൾക്ക് എത്ര നാളുണ്ടായിരിക്കും. ആകയാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കട്ടെ, നമ്മൾ യാത്രക്കാരാണ്. മറ്റുള്ളവർ, ഈ ലോകത്തിലുള്ള മറ്റുള്ളവർ രക്ഷിക്കപ്പെടാത്തവർ, ഈ ലോകമേ അവർക്ക് സുഖിക്കാനുള്ളൂ. അത് കഴിഞ്ഞ് നിത്യ നരകത്തിലേക്ക് പോവുകയാണ്.
അവരെ നോക്കി നമ്മൾ എന്ത് ചെയ്യരുത്, ഭാരപ്പെടും. ഇപ്പോൾ തന്നെ ഈ കർത്താവിൻ്റെ ദാസന്മാർ വെളി രാജ്യങ്ങളിൽ നിന്ന് വന്നു. അവർ മറ്റുള്ളവരെ നോക്കിയാൽ അവർ ചിന്തിക്കുന്നില്ല, ഇവിടെ നമുക്ക് ഇത്രയും മതി, ഇവിടെ കിടന്നാൽ മതി, ഇവിടെ ഉറങ്ങിയാൽ മതി. നാം നമ്മുടെ മറ്റുള്ളവരെ, അയൽവക്കത്തുകാരെ, നമ്മുടെ ബന്ധുക്കളിൽ മറ്റുള്ളവരെ നോക്കി നാമും സമ്പത്തുകൾക്കും മറ്റുള്ളതിനും പോയാൽ ലോത്തിനെ പോലെ മാറത്തടിച്ച് കരയേണ്ടി വരും. പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആകയാൽ നിങ്ങളുടെ മക്കൾ വരെയും അറിയട്ടെ, എൻ്റെ പിതാവും മാതാവും പരദേശികളാണ്. അവർക്ക് പരദേശികൾ എന്നുള്ള ചിന്ത നിങ്ങളുടെ വെറും ബോർഡിൽ എഴുതി വെച്ചാൽ പോരാ. ഞങ്ങൾ ഈ വീട്ടിൽ പരദേശികളാണെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പെർമനന്റ്, അങ്ങനെയല്ല. എഴുതി വെച്ചാൽ പോരാ, നമ്മുടെ ഹൃദയാന്തർഭാഗത്ത്. ഹല്ലേലൂയ. ഇന്ന് സഭ പരദേശിയാകാതെ എന്തായിത്തീർന്നില്ല? സഭ ഇപ്പം കാനാനിൽ വന്നതുപോലെയായിപ്പോഴും. പ്രാർത്ഥിച്ചെല്ലാം മേടിക്കുക, പ്രാർത്ഥിച്ചെല്ലാം മേടിക്കുക. യാത്ര തീർന്നു, എല്ലാം എന്ത് ചെയ്യുക? സമ്പത്ത് കൂട്ടുക. പ്രിയമുള്ളവരെ, കനാനിൽ വന്നിട്ട് നിങ്ങൾ മേടിച്ചോ എല്ലാം? അല്ലെങ്കിൽ നമ്മളെ കനാൻ വന്നിട്ടില്ല, നമ്മൾ കനാനിൽ വന്നിട്ടില്ല. നമ്മൾ ഇന്നും പരദേശികൾ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ച് ഒരാഴമായ സമർപ്പണത്തിലേക്ക്, കർത്താവേ, എനിക്കിനി പരദേശി ജീവിതം മതി, പരദേശി ജീവിതം മതി. Let us pray before the Lord. I long for a life of a pilgrim. ഒരു പരദേശി യാത്ര എനിക്ക് മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് പരദേശിയായി അവസാനിച്ചാൽ മതി, പരദേശിയായി ജീവിച്ചാൽ മതി. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ യാത്രക്കാരൻ, പരദേശിയ. മക്കളെ ഏതെങ്കിലും ചോദിക്കുമ്പോൾ മക്കളോട് പറയാം, മക്കളെ നമ്മൾ പരദേശികളാണ്, നമ്മൾ യാത്രക്കാരാണ് മക്കളെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോടും അത് തന്നെ പറയുക. അബ്രഹാം ഇസാക്ക് യാക്കോബിനോട് പരദേശികളായി പാർത്തുവെങ്കിൽ പ്രിയമുള്ളവരെ, നാമും പരദേശികളായി തന്നെ പാർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടിട്ട് മറക്കുവാനല്ല, ഇത് ഹൃദയാന്തരംഗമായി സ്വീകരിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ നോക്കും. സ്തോത്രം. കർത്താവേ, ഇനി എൻ്റെ ചിന്തകളെല്ലാം പരദേശിയായിട്ടുള്ള മാത്രമേ ഞാൻ ആക്കുകയുള്ളൂ. നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നീ എന്നെ പരദേശിയാക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ നിന്നെപ്പോലെ ആക്കുവാനാണല്ലോ, നിന്നോടുകൂടെ വാഴുവാനുള്ളതായ ഉന്നതമായ പദവി എനിക്ക് തരുവാനാണല്ലോ നീ എന്നെ പരദേശിയാക്കുവാനായി ശ്രമിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കർത്താവെ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പാടുന്നല്ലോ, ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ, നിലയില്ലാവാസം മോഴ്കിൽ. ചിന്തിക്കുകിൽ. 17ാമത്തെ പാട്ട്. 17 പ്രതിഗാനം മുഴക്കി നാം പാടി. ഈ പാട്ടുപുസ്തകം ഇല്ലാത്ത ആരെങ്കിലും കൈപൊക്കിയാൽ കൊടുക്കാം. പ്രതിഗാനം മുഴക്കി നാം പാടിടാം, നോക്കിക്കൊണ്ടോടിടാം. പ്രതിയാസമകന്നു നാം വാണിടും സുരലോകേ, പരമേശുവോടുകൂടെ പരിതാ. 17ാമത്തെ. വീടും സുരലോകേ പരമേശുവോടുകൂടെ. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമി ഭൂവിൽ, നിലയില്ല വാസമോർക്കിൽ. പ്രതിയോഗി നമുക്കെതിർ ചെയ്തിടും, ഗതി കേട്ടവൾ പോലെ നാമായിടും. പ്രതിയോഗി നമുക്കെതിർ ചെയ്തിടും, ഗതി
ഉടൻ വന്നിങ്ങുത്ര നേനം ചെയ്തിടൂ പ്രിയനാഥൻ പരലോകെ കൊണ്ടുപോകും. ഉടൻ വന്നിങ്ങുത്ര നേനം ചെയ്തിടൂ പ്രിയനാഥൻ പരലോകെ കൊണ്ടുപോകും. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യനാമി ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ പല പാടുകൾ പെട്ടു നാം പോകേണം ചില ദുർഘടമേടുകളെ പല പാടുകൾ പെട്ടു നാം പോകേണം ചില ദുർഘടമേടുകളേറേണം പലരാലും ഉപദ്രവമേൽക്കേണം ഒരു നാളിൽ പ്രിയനോടു കൂടെ വാഴാൻ പലരാലും ഉപദ്രവമേൽക്കേണം ഒരു നാളിൽ പ്രിയനോടു കൂടെ വാഴാൻ. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യനാമി ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ ഇനിയൊന്നും നമുക്കില്ലല്ലോ നമുക്കുള്ളതവാസമിതല്ലോ ഇനിയൊന്നും നമുക്കില്ലല്ലോ നമുക്കുള്ളതവാസമിതല്ലോ ആമിന്നും പ്രശോഭിതമായൊരു ഗോപുരം വിണ്ണിൽ ദൂരത്തായി കണ്ടിടുന്നു. ആമിന്നും പ്രശോഭിതമായൊരു ഗോപുരം വിണ്ണിൽ ദൂരത്തായി കണ്ടിടുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തിയോട് ഉപയോഗിച്ചു. സ്തോത്രം. ഇന്ന് പകലിൽ നമുക്ക് ആവശ്യമേറിയ ദൂത കർത്താവ് തരുവാനിടയായിത്തീർന്നു. ഈ ലോകത്ത് നമ്മൊന്നുമില്ല, അന്യരും പരദേശികളുമാണ്. സ്തോത്രം. ആ ഒരു ചിന്ത വിജയി നമ്മെ ഭരിപ്പാൻ തക്കവണ്ണം ലോകത്തിന് വേണ്ടി ഓടുന്നതിനേക്കാൾ ആത്മീയമായ രാജ്യത്തിന് വേണ്ടി ഓടുവാൻ ആത്മീയ ദൃഷ്ടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് മുന്നേറുന്നതിനായി നമ്മെ തന്നെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിന്റെ നാശം ഒരിടത്ത് ഭവനങ്ങളിൽ വീഴുമ്പോൾ ലോകത്തെ നോക്കിയ അതേ സ്തോത്ര അബ്രഹാമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തോത്ര. ലോകത്തെ നോക്കുവാനല്ല, ആത്മീയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് കർത്താവിനെ നോക്കുവാൻ, നമ്മെ വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധയോടെ യേശുവിനെ നോക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക. ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും ആത്മീയ സ്തോത്ര കഥകൾ ചൈതന്യത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതിനായി നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി ഈ ആഴ്ചക്കാലത്തെ ക്ലാസിന്റെ ദൈവാത്മാവിന്റെ വലിയ വെളിപ്പെടുത്തി കർത്താവ് വെളിപ്പെടുത്തേണ്ടതിനായി കർത്താവ് വെളിപ്പെടുത്തേണ്ടതിനായി നമ്മൾ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ പ്രിയ കർത്താവെ അങ്ങയുടെ കരുങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കേൾപ്പിക്കപ്പെട്ട ദൂതിന്റെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവെ ഈ ലോകത്ത് ഞങ്ങളൊന്നുമില്ല. സ്തോത്ര അന്യരും പരദേശികളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കല്ലിൽ ഞങ്ങളുടെ മുമ്പോടുള്ള ദൃഷ്ടി പ്രകാശിപ്പിച്ച് ആ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി വിടുവാൻ കൃപ ഞങ്ങളുടെ മേൽ സ്വർഗം നൽകുമാറാകേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജഡമോഹങ്ങളെ വിട്ടകന്ന് കല്ലിയ അന്യചിന്തകളെ വിട്ടകന്ന് കർത്താവെ ആ സ്വർഗീയമായ സ്തോത്രം ആ തുറമുഖത്തെ നോക്കി യാത്ര ചെയ്യുവാൻ കൃപ അടിയങ്ങളുടെ മേൽ പിന്നെയും കർത്താവ് പകരുമാറാകേട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പിന്നെയും മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. അങ്ങയുടെ ശക്തി ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. വെറും പരദേശികളെന്ന ഒരു കാലം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഈ കാലത്ത് ഈ ദേശത്തെ ദൈവസ്നേഹത്തോടെ ഞങ്ങളായിരിക്കാൻ തരുവണ്ണം നമ്മൾ ദൈവസ്നേഹത്തോടായിരിക്കാൻ ആത്മീയ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകണമേ. ശേഷാനങ്ങളുടെ ഒരുപാട് ദാസനെ ഞങ്ങളുടെ വിവരങ്ങളിലേക്ക് എത്തിക്കുന്ന കർത്താവ് ഈ ശക്തിയിരിക്കണമേ. കർത്താവിനും കർത്താവെ കല്ല് ശരീരത്തിലോ കർത്താവ് കർത്താവിന് ബലം പകരുമാറാകേട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ നിന്ന് വന്ന ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകേട്ട് പ്രാർത്ഥിക്കുന്നു. ശേഷാന് പകൽക്കാലം പഠിപ്പാനായി കിടന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം.
ഓരോരുത്തരെയും സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ വലിയ പ്രത്യാശയോടെ ഈ ദിവസങ്ങളായിരിക്കാൻ സ്വർഗം ഇടയാക്കുവാനാകേണ്ടത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഒന്നും സാധ്യതയില്ലായതിനെക്കൊണ്ട് കർത്താവിന്റെ മുദ്രയും യാത്ര ചെയ്യുവാനുള്ള ഞങ്ങളുടെ മേൽ പകരണമാറാകണമേ. അഭിഷേകത്തിന്റെ പുത്തൻ തൈര് ഞങ്ങളുടെ മേൽ ഒഴുക്കുമാറാകേണ്ടത് പ്രാർത്ഥിക്കുന്നു. നന്മ തുറച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.